അർത്ഥവിജ്ഞാനം. പദവും അർത്ഥവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്ന ഭാഷാശാസ്ത്ര മേഖലയാണ് അർത്ഥവിജ്ഞാനം. സംസ്കാരം, മാനസിക വ്യാപാരം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഒരു അർത്ഥത്തെ നിർമ്മിക്കുന്നവയാണ്. ഭാഷയിലെ പദങ്ങളും വാക്യങ്ങളും നൽകുന്ന അർത്ഥത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് അർത്ഥവിജ്ഞാനം. മനനവാദത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഭാഷാർത്ഥം വ്യാഖ്യാനിക്കുന്നത്. മനനവാദക്കാർ 8 മൗലിക ധാരണകൾ വിവരിക്കുന്നുണ്ട്. 1. പര്യായത്വം. ഉദാഹരണം, അനാഥൻ, രക്ഷിതാക്കൾ ഇല്ലാത്തവൻ. 2. അന്തർഭാവം. ഉദാഹരണം, അവൾ സുമംഗലിയായി എന്നതിൽ അവൾ വിവാഹം കഴിച്ചു എന്നത് അന്തർഭവിക്കുന്നു. 3. അർത്ഥപ്പൊരുത്തമില്ലായ്മ. ഉദാഹരണം, അവൻ എൻ്റെ പുത്രനായതുകൊണ്ട് എൻ്റെ ശത്രുവാണ്. ഇതിൽ അർത്ഥപ്പൊരുത്തമില്ലായ്മ ഇവിടെ വ്യക്തമാണ്. 4. പുനരുക്തി. അർത്ഥബോധത്തിന് ആവശ്യമില്ലാത്ത പ്രസ്താവനകളാണ് പുനരുക്തി. ഉദാഹരണം, കണ്ണുകൊണ്ട് കണ്ടു. ഇവിടെ അർത്ഥബോധത്തിന് ആവശ്യമില്ലാത്ത പ്രസ്താവനകളാണ് പുനരുക്തി എന്നത്, കണ്ണുകൊണ്ട് കണ്ടു എന്നത്. വിരുദ്ധോക്തി. എല്ലാ കുട്ടികളും വികൃതികളാണ് എന്നതിനോട് അർത്ഥപരമായി വിരോധമുള്ളതാണ്. ഒരു കുട്ടിക്കും വികൃതി ഉണ്ടായിരിക്കില്ല എന്നത്. 6. പൂർവധാരണ. ഉദാഹരണം, വന്ദനയുടെ കൊലയാളി മനോരോഗിയാണ് എന്ന പ്രസ്താവനയിൽ വന്ദനയെ കൊന്നവൻ മാനസിക നില തെറ്റിയവനാണ് എന്ന പൂർവധാരണ അടങ്ങിയിരിക്കുന്നു. 7. നിഷേധ പൂർവധാരണ. പൂർവധാരണ നിഷേധവുമാകാം. ഉദാഹരണം, ബിനുവിനെ കണ്ടിരുന്നെങ്കിൽ പുസ്തകം വാങ്ങാമായിരുന്നു എന്നതിൽ ബിനുവിനെ കണ്ടില്ല എന്ന നിഷേധപൂർവ ധാരണ അടങ്ങിയിട്ടുണ്ട്. 8. അസംഭവ്യ പൂർവധാരണ. അസംഭവ്യമോ അസംബന്ധമോ ആയ പൂർവധാരണയാണിത്. ഉദാഹരണം, ആളിക്കത്തിയ പുഴ കെട്ടടങ്ങിയത് മഴ പെയ്തപ്പോഴാണ്.